GST വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയും പാസ്സാവാത്ത വകുപ്പ് തല പാസ്സായതായും കാണിച്ച് പലതവണ സ്ഥാനക്കയറ്റം നേടിയത് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ഒളിച്ചുകളി തുടരുകയാണ് ധനവകുപ്പ്. GST സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കറാണ് സർക്കാരിനെ പറ്റിച്ച് ഉയർന്ന പദവിയിലെത്തിയത്. ഭരണാനുകൂല സംഘടനാ പ്രവർത്തകനായ അനിൽ ശങ്കർ വിരമിക്കാൻ ഇനി വെറും 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടും അനിൽ ശങ്കറിനെ സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല എന്നതാണ്. TV പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. TV പ്രസാദ്, അനിൽ ശങ്കർ എങ്ങനെയാണ് പലതവണ സ്ഥാനക്കയറ്റം നേടിയെടുത്തത് തട്ടിപ്പിലൂടെ എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ധനവകുപ്പ് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഈ ഉദ്യോഗസ്ഥൻ ഇനി വിരമിക്കാൻ 2 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു സസ്പെൻഷൻ പോലും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അതായത് ചെറുവിരൽ അനക്കിയിട്ടില്ല ഇപ്പോഴും എന്നതാണല്ലേ? അത് തന്നെ, സുഗമമായി വിരമിച്ച് പോകാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്നതാണ് വിനീത. 2023 ഡിസംബറിലാണ് അനിൽ ശങ്കറിൻ്റെ ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയുള്ള സ്ഥാനക്കയറ്റവും ഒപ്പം പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷ പാസ്സായതായി സർവീസ് ബുക്കിൽ എഴുതി കാണിച്ചുള്ള പ്രൊമോഷനും എല്ലാം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. GST വകുപ്പ് അന്വേഷിച്ചു. അഡീഷണൽ ജോയിൻറ്റ് കമ്മീഷണർ അത് അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിച്ച് റിപ്പോർട്ടും നൽകി. റിപ്പോർട്ടിൽ വളരെ കൃത്യമായ കണ്ടെത്തലുകളുണ്ട്. അതായത് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത്, വകുപ്പ് തല പരീക്ഷ പാസ്സായതായി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതിന് പിന്നാലെ MG സർവകലാശാലയുടേതായിരുന്നു വ്യാജ ബിരുദ BCom സർട്ടിഫിക്കറ്റ്. ആ BCom സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നും കാണിച്ച് MG സർവകലാശാല രജിസ്ട്രാർ തന്നെ കോട്ടയത്തെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ആ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. പക്ഷേ GST വകുപ്പിന് റിപ്പോർട്ടറിൻ്റെ തുടർച്ചയായ വാർത്തയെ തുടർന്ന് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ എറണാകുളം സെൻട്രൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. അതിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നീക്കം നടത്തി എന്നുള്ളതാണ്. അതായത് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും പോയി മുൻകൂർ ജാമ്യം എടുക്കുന്നത് വരെ കാത്തുനിന്നു. അങ്ങനെ മുൻകൂർ ജാമ്യം എടുത്ത് ജാമ്യത്തിലാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും അനിൽ ശങ്കറിനെ വകുപ്പ് പൂർണ്ണമായി സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് വിനീത. അപ്പോഴൊരു സംശയമുണ്ടാകും, എന്തിനാണ് ഒരു ഭരണാനുകൂല സംഘടനാ പ്രവർത്തകൻ മാത്രമായ അനിൽ ശങ്കറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നതെന്ന്. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അതായത് പാസ്സാകാത്ത വകുപ്പ് തല പരീക്ഷ പാസ്സായി എന്ന് സർവീസ് ബുക്കിൽ എഴുതി ചേർക്കണമെങ്കിൽ അത് അനിൽ ശങ്കർ മാത്രം വിചാരിച്ചാൽ പോരാ, അതിൽ GSTയിലെ ഉന്നതരുടെ പങ്കുണ്ട്. അനിൽ ശങ്കറിനെതിരെ നടപടിയെടുത്താൽ അനിൽ ശങ്കർ ആ പേര് പറയും എന്ന പേടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ നടപടിയെടുക്കാതെ പൂഴ്ത്തിവെക്കുന്നത്. നിയമസഭയിൽ ചോദ്യം ചോദിച്ചാൽ ഒളിച്ചു കളിക്കുന്ന സമീപനമാണ് ഇപ്പോഴും തുടരുന്നത്. ചുരുക്കത്തിൽ ആശ്രിത നിയമനത്തിലൂടെ ക്ലർക്കായി കയറിയ അനിൽ ശങ്കർ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന പദവിയിൽ മെയ് മാസം വിരമിക്കാൻ പോവുകയാണ്, ഒരു നടപടിയുമില്ലാതെ വിനീത. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അയാളിപ്പോൾ വിരമിക്കാൻ പോകുമ്പോൾ പോലും യാതൊരു വിധത്തിലുള്ള ആക്ഷനും ഉണ്ടാകുന്നില്ല, ഒരു സസ്പെൻഷൻ പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അത് തന്നെയാണ് TV പ്രസാദ് ചൂണ്ടിക്കാണിച്ചതും.